പൈറസി നിർത്താനായിട്ട് ഒരേ ഒരു വഴിയേ ഉള്ളൂ. അത് നല്ലവരായിട്ടുള്ള പ്രേക്ഷകർ ആ പൈറേറ്റഡ് കോപ്പി കാണില്ല എന്ന് തീരുമാനിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മറ്റെന്ത് ചെയ്താലും അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ ഒരു സിനിമയ്ക്ക് മാത്രമല്ല, ഇൻഡസ്ട്രിയിൽ വരുന്ന എല്ലാ സിനിമകൾക്കും ഇതേ ഒരു പ്രശ്നം അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. നമ്മൾ നിയമ നടപടികൾ എടുത്തിട്ട് പോലും വീണ്ടും ഇത് ആവർത്തിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് ആ നിയമ നടപടിയേക്കാളും ഞാൻ പ്രതീക്ഷ വയ്ക്കുന്നത് ഇത് കാണണ്ട എന്ന് തീരുമാനിക്കുന്ന മലയാളി അല്ലെങ്കിൽ സിനിമ പ്രേക്ഷകരോടാണ്. 8 വർഷത്തെ സ്വപ്നമാണ് ഈ സിനിമ. അത്രയും നാൾ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഒരു സിനിമ ചെയ്തത്, 3Dയിൽ ഇങ്ങനെ ഒരു സിനിമ ചെയ്തത് ഒരു 5 ഇഞ്ച് സ്ക്രീനിൽ കാണാനാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ടോവിനോ തോമസിന്റെ പുതിയ മൂവിയായ അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന മൂവി ഇപ്പൊ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് ആകെ ഇറങ്ങിയിട്ട് അത്രയും ദിവസങ്ങളെ ആയിട്ടുള്ളൂ, ആ സമയത്ത് തന്നെ ഇതിന്റെ കോപ്പി ഇപ്പം പുറത്തായിരിക്കുകയാണ്. ആ ഒരു സിനിമ ട്രെയിനിൽ ഇരുന്നിട്ട് ഒരു വ്യക്തി കാണുന്ന വീഡിയോ ഇപ്പൊ വൈറലായിരിക്കുകയാണ്. ഈ സിനിമയുടെ ഡയറക്ടറായിട്ടുള്ള ജിതിൻ ലാലിന് ആളുടെ ഫ്രണ്ട് തന്നെ അയച്ചു കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ആള് തന്നെ എടുത്ത് സ്റ്റോറി ഇടുകയും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം അവർ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ്, അവരെന്ന് മാത്രമല്ല ഏതൊരാൾക്കാരാണെങ്കിലും അത്രയും ആൾക്കാരുടെ ഒരു കഷ്ടപ്പാടാണ് ആ ഒരു സിനിമ എന്ന് പറയുന്നത്. ഈ ഒരു സിനിമ അവർ പറയുന്നുണ്ട് OTTയിൽ പോലും നമ്മൾ കൊടുത്തിട്ടില്ല. അങ്ങനെ ഇത്രയും വേഗത്തിൽ അത് സിനിമ ഇറങ്ങി ഒരു കുറച്ച് ദിവസം ആയിട്ടില്ല, അത്രയും വേഗത്തിൽ തന്നെ ഇത് ഇങ്ങനെ പരക്കാന്ന് പറയുന്നത് അവർക്ക് അത്രയും ബുദ്ധിമുട്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ അവര് സൈബർ സെല്ലിൽ പരാതി കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഇതിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ജിതിൻ ലാൽ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ടൊവിനോ തോമസ് നായകനായ അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമയുടെ വ്യാജ പതിപ്പിൽ നിയമ നടപടിക്കൊരുങ്ങി അണിയറ പ്രവർത്തകർ. നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ സൈബർ സെല്ലിന് പരാതി നൽകും. എല്ലാ നിയമസഹായവും ഉറപ്പാക്കുമെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഫിയോക്കും ഉറപ്പു നൽകി. ഏത് തിയേറ്ററിൽ നിന്നാണ് സിനിമ റെക്കോർഡ് ചെയ്തതെന്നും അന്വേഷിക്കും. വ്യാജ പതിപ്പിന് പിന്നിൽ സിനിമയെ തകർക്കാനുള്ള സംഘടിതമായ നീക്കമാണെന്ന് സംവിധായകൻ ജിതിൻ ലാൽ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഈ പറയുന്ന വ്യാജ പ്രിന്റ് ഇറക്കി കഴിഞ്ഞാൽ ഇതിന്റെ കളക്ഷൻ കുറയ്ക്കാം, അല്ലെങ്കിൽ ആൾക്കാരെ എത്തിക്കുന്നത് കുറയ്ക്കാം എന്ന് ആരൊക്കെയോ ചിന്തിക്കുന്നതുകൊണ്ടായിരിക്കില്ല ഇത് എല്ലാ ലാംഗ്വേജും ഇതിലേക്ക് വരുന്നത്. ഒരു സൈഡിൽ നിന്ന് അങ്ങനത്തെ നല്ല അഭിപ്രായവും കേൾക്കുന്നു, അതിനെല്ലാം കെടുത്താനായിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോഴത്തേക്ക് എന്നെ പോലത്തെ ഒരു തുടക്കക്കാരന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണല്ലോ ഈ ഇൻഡസ്ട്രിയിൽ ഉള്ളതെന്ന് ആലോചിക്കുമ്പം നമുക്ക് തന്നെ സ്വയം ഒരു പേടിയാണ്. ആക്ച്വലി ഇത്രയും ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സിനിമയ്ക്കും വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതില് നമ്മുടെ ജിതിൻ ലാൽ പറയുന്ന ഒരു കാര്യമാണ് തുടക്കക്കാരനാണ് എന്ന്. ഇത് ഞാൻ പലതവണ ജിതിൻ ലാലിനെ പറ്റിയിട്ട് നമ്മുടെ ബേസ് ജോസഫ് പല ഇന്റർവ്യൂസിലും പറയുന്നതായിട്ട് ഞാൻ കണ്ടു. അതായത് ബേസിന്റെ ഫ്രണ്ടാണ് ജിതിൻ. അപ്പോൾ ഇത്രയും വലിയൊരു സിനിമ തന്നെ നീ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ചെയ്യാന്ന് പറയുമ്പോൾ അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു മൂവി അവർ അത്രയും, അതായത് ബേസിൽ പറയുന്നത് പല തവണ പല ഇന്റർവ്യൂവിലും ഞാൻ കേട്ടിട്ടുണ്ട്, അത്രയും എഫേർട്ട് എടുത്തിട്ട് കുറെ വർഷങ്ങൾ കാത്തിരുന്നിട്ടൊക്കെയാണ് ഈ ഒരു മൂവി ഇങ്ങനെ ഇവർ എന്താ പറയുക ഡെവലപ്പാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയും വർഷത്തെ കഷ്ടപ്പാടാണ് ഒരു മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് ഇങ്ങനെ വ്യാജ പതിപ്പുകൾ ഇറങ്ങുന്നതോട് കൂടിയിട്ട് നശിച്ചു പോകുന്നത്. അവരത്രയും എന്താ പറയാ, പുതിയൊരാളെന്ന് പറയുമ്പോൾ അയാൾക്ക് അത്രയും സ്വപ്നങ്ങൾ കണ്ടിട്ടായിരിക്കും അയാൾ ഈ ഒരു സിനിമ ഇങ്ങനെ ഇറക്കുന്നത്, അല്ലെങ്കിൽ അത്രയും കഷ്ടപ്പാടോട് കൂടിയിട്ട് അയാൾക്ക് ഇപ്പം പുതിയതായിട്ടൊരു സിനിമ ചെയ്യുന്ന ആളാണെങ്കിൽ പോലും അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഒത്തു വന്നാലേ ആ ഒരു സിനിമ എല്ലാം ഓക്കെ ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എല്ലാം ഓക്കെ ആയി ജിതിൻ ലാൽ അങ്ങനെ ഒരു സിനിമ എടുത്ത് എല്ലാം ഓക്കെ ആയി അവസാനം കൊണ്ടുപോയിട്ട് കല ഉടക്കുന്ന രീതിയിലാണ് ഈ ഒരു സിനിമ. ഈ ജിതിൻ ലാലിന്റെ സിനിമ മാത്രമല്ല, അല്ലെങ്കിൽ ഒരുപാട് സിനിമാസ് ഉണ്ട് ഇതുപോലെ ഫസ്റ്റ് കോപ്പി, ഫസ്റ്റ് ഇറങ്ങി തൊട്ട് മിനിറ്റിൽ അല്ലെങ്കിൽ തൊട്ട് സെക്കൻഡിൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പൊ ജിതിൻ ലാൽ പറയണ ബാക്കി കാര്യങ്ങൾ ഒടുക്കി കേട്ട് നോക്കാം. ഞങ്ങൾ OTTക്ക് പോലും ഈ സിനിമ കൊടുത്തിട്ടില്ല. പ്രൊഡ്യൂസറിനോട് ചോദിച്ചാൽ അറിയാം. കാരണം ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണാനാണ് നമ്മൾ അതുപോലും ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അത് ഇന്നത് കംപ്ലൈന്റ് നീങ്ങുന്നുണ്ട്. അതായത് ഒരു ഡയറക്ടർ റൈറ്ററുടെ ഒരു 8 വർഷത്തെ സ്വപ്നമാണ്. പിന്നെ ഈ സിനിമ ഞങ്ങൾ ഷൂട്ട് തീർത്തിട്ട് തന്നെ 1.25 വർഷമായി. 1.25 വർഷം ആണ് ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയമെടുത്തത്. അപ്പൊ ഇതൊരു വലിയ വിജയമായിട്ട് ഓടിക്കൊണ്ടിട്ടിരിക്കുമ്പോൾ ഇങ്ങനത്തെയുള്ള പ്രവൃത്തികൾ പ്രചരിപ്പിക്കുന്നതും കുറ്റകരമാണ്. കാരണം ഒരുപാട് പേരുടെ സ്വപ്നമാണ് ഇതിന്റെ. ഇതൊരു ഒരു സാധാരണ ടൊവിനോ സിനിമയല്ല ഇത്. ഇതൊരു വലിയ മുടക്കുമുതലുള്ള 3Dയിൽ ചിത്രീകരിച്ച അത്രയും വൈഡായിട്ടിട്ട് ചെയ്തുകൊണ്ടിട്ടിരിക്കുന്ന ഒരു സിനിമേനെ ഇങ്ങനെ ആരാണ് ചെയ്യുന്നതെന്നാണ് അറിയത്തില്ലാത്തത്. അപ്പോ നമ്മുടെ ജിതിൻ ലാലിന്റെ കൂടെ ലിസ്റ്റിൻ സ്റ്റീഫനും കൂടിയാണ് ഇപ്പൊ സംസാരിച്ചത്. നിർമ്മാതാവാണ് ആമിന്റെ. അപ്പം ആ ഒരു മൂവിയുടെ എല്ലാവർക്കും പറയാനുള്ളത് ഈ ഒരു കാര്യം തന്നെയാണ്. കാരണം അത്രയും എഫേർട്ട് എടുത്തിട്ട് 3Dയിൽ ചെയ്തൊരു സിനിമയാണ്. അതിങ്ങനെ എന്താ പറയാ, ചെറിയൊരു മൊബൈലിൽ അതും അത്രയും ഒരു
ക്ലാരിറ്റി ഇല്ലാതെ അല്ലെങ്കിൽ അങ്ങനെ ആൾക്കാരെടുത്ത് പ്രചരിപ്പിക്കുന്ന സമയത്ത് ആൾക്കാർ അങ്ങനെ കണ്ടിതാവുന്ന സമയത്ത് ആ ഒരു മൂവിനെ കുറിച്ച് തന്നെ അവർക്കൊരു ആകെ ഒരു നെഗറ്റീവ് അടിക്കും, അല്ലെങ്കിൽ ആ ഒരു നമ്മൾ തിയേറ്ററിൽ പോയി കാണുന്ന ആ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ അതൊന്നും ഇതിൽ കിട്ടത്തുമില്ല. അത് മാത്രമല്ല ഇവർ OTT പോലും കൊടുക്കാതെ അത്രയും ഇതാക്കി കെട്ടിപ്പൂട്ടി വെച്ചൊരു സിനിമ ഇവരിങ്ങനെ പ്രചരിപ്പിക്കാന്ന് പറയുമ്പോൾ അത്രയും എന്താ പറയുക, അവർക്ക് അത്രയും ഹേർട്ട് ആവും. അത് അത്രയും എഫേർട്ട് ഇട്ട് ഇത്രയും കാലം കാത്തിരുന്നിട്ട് അവസാനം കൊണ്ടുപോയിട്ട് സത്യം പറഞ്ഞ കല ഉടക്കുക തന്നെയാണ് ചെയ്തേക്കുന്നത്. അത്രയും സങ്കടം എന്തായാലും തുടക്കക്കാരനെന്ന നിലയിൽ ജിതിൻ ലാൽ അത് അത്രയും വിഷമകരമായിരിക്കും. സ്വന്തം ഇൻസ്റ്റാഗ്രാം പേജിൽ തന്നെ ജിതിൻ ലാൽ ഈ ഒരു ട്രെയിനിൽ ഇരുന്നിട്ട് ആ ഒരു വ്യക്തി കാണുന്ന ആ ഒരു വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയാ, എന്താ ഞാൻ ചെയ്യണ്ടേ, ഇനി ഞാനൊന്നും പറയുന്നില്ല, അതായത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ കണ്ട് തീരുമാനിക്ക്, ഇങ്ങനെ ഈ ഒരു മൊബൈലിലൂടെ ഇത് കണ്ടിട്ട് ഇങ്ങനെ പ്രചരിക്കാനാണെങ്കിൽ അങ്ങനെ പ്രചരിക്കട്ടെ, ഞാൻ ഇനി ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടോവിനോ തോമസ് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ കേട്ടു. ടോവിനോ തോമസ് പറഞ്ഞത് വ്യക്തമായിട്ട് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരണ സമയത്ത് ഇനി കാണില്ല, അല്ലെങ്കിൽ ഞങ്ങൾ തിയേറ്ററിൽ പോയിട്ട് മാത്രമേ ഇത് കാണുന്നുള്ളൂ, അല്ലെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞ് OTT വന്നിട്ട് കാണാം. അങ്ങനെ കാണാൻ തിയേറ്ററിൽ പോയിട്ട് കാണാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ OTT വരട്ടെ, OTT വന്നിട്ട് കാണാം എന്ന് തീരുമാനിക്കണം. അല്ലാതെ എല്ലാവരും ഇങ്ങനെ എന്താണ് തിയേറ്ററിൽ പോയി കാണാതെ ഈ പ്രിന്റും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങിയാൽ ഈ സിനിമാ മേഖല തന്നെ പോകും. അത് മാത്രമല്ല നല്ല സിനിമകൾ നമുക്ക് എന്താ പറയുക, നല്ല സിനിമകൾ വന്നിട്ടും അതിൻ്റെതായ ഒരു വിജയം കൈവരിക്കാതെ പോകും. അതിന്റെ പിന്നണി പ്രവർത്തകർക്ക് അതിൻ്റെതായ രീതിയിലുള്ളൊരു എന്താ പറയാ, അവരുടെ കഷ്ടപ്പാടിന് വിലയില്ലാത്ത രീതിയിലേക്ക് ഇത് മാറും. അപ്പോൾ എല്ലാവരും മലയാളികൾ മാത്രമല്ല, ഇത് ഇത്രയും ഭാഷകളിൽ ഇറങ്ങുന്ന സിനിമയാണ്. അപ്പോൾ അതിൻ്റെതായ നഷ്ടം അവർക്ക് വലിയ രീതിയിലുള്ള നഷ്ടം തന്നെ അവർക്ക് ഉണ്ടാവും. അത് നമ്മൾ വിചാരിക്കണ പോലൊന്നും അല്ല. അപ്പൊ അത്രയും വർഷം അവർ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു പ്രതിഫലം എന്നതിലുപരി അവര് ഇത്രയും നാള് കൊണ്ട് എടുത്തു വെച്ച ആ ഒരു എഫേർട്ടിനെയാണ് ഒരു നിമിഷം കൊണ്ട് ഇല്ലാണ്ടാക്കുന്നത്. അപ്പൊ അതിന് ആരും നിൽക്കരുത്. പരമാവധി ആൾക്കാർ ഇങ്ങനെയുള്ള പ്രിന്റും കാര്യങ്ങളൊന്നും കാണാതെ തിയേറ്ററിലും കാര്യങ്ങളൊക്കെ പോയിട്ട് നല്ല രീതിയിൽ തന്നെ സിനിമ കാണാൻ നോക്കുക. കാരണം ഇനി അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ OTT വഴി വരട്ടെ, OTT വന്നിട്ട് അവൻ കാണാൻ നോക്കുക. അല്ലാതെ ഈ സിനിമ ഇറങ്ങി പിറ്റേ ദിവസം തന്നെ ഇതൊക്കെ എടുത്തിട്ട് പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ മോശം കാര്യമാണ്. അതുപോലെ നമുക്കറിയാം ഇതിൽ പറയുന്നുണ്ട് തമിഴ് റോക്കേഴ്സ് എന്ന് പറയുന്നത്. തമിഴ് റോക്കേഴ്സ് മെയിൻ ആയിട്ട് എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങൾക്ക് മുൻപേ ഇവരിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പ്രിന്റ് എടുത്തിട്ട് വിടുന്ന കാര്യങ്ങൾ ഇവർ കുറേ വർഷം മുമ്പ് ഇവർക്കെതിരെ കുറേ ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ ഓൾറെഡി വന്നവരാണ്. അപ്പോൾ ഈ ഒരു കാര്യം എന്തായാലും നമ്മളെല്ലാവരും പരമാവധി ഇതെന്ത് ചെയ്യുക, വെറുതെ എന്തിനാണ് അവരുടെ അത്രയും എഫേർട്ട് എടുത്ത് അവർ ചെയ്യുന്ന ഒരു കാര്യമാണത്. ഏത് മേഖലയിലുള്ള ആൾക്കാരാണെങ്കിലും അവർ അത്രയും എഫേർട്ട് എടുത്ത് ചെയ്തിട്ട് നമ്മളത് ഒരു നിമിഷം കൊണ്ട് എന്താ പറയുക ഇല്ലാണ്ടാക്കാന്ന് പറയുന്നത് വളരെ മോശം കാര്യം തന്നെയാണ്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും പരമാവധി തിയേറ്ററിൽ പോയിട്ട് തന്നെ സിനിമാസ് കാണാനും ശ്രമിക്കുക. നല്ലതാണെങ്കിലും മോശമാണെങ്കിലും തിയേറ്ററിൽ പോയിട്ട് സിനിമ കണ്ട അല്ലെങ്കിൽ OTT വരട്ടെ, OTT വന്നിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. എല്ലാ ഒരു കാര്യത്തിനും അതിൻ്റെതായ ഒരു എഫേർട്ടും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ വെറുതെ നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കേണ്ട ആവശ്യമില്ല. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യുക.